എളുപ്പത്തിൽ റെഡിയാക്കുന്ന ഈ ഒരു മീൻ കറി റെഡിയാക്കാനായിട്ട് ആദ്യം ചട്ടിയിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ട് 2 പീസ് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും പുളി അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് 2 ചെറിയ തക്കാളി അത്യാവശ്യം വലുതാക്കി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ 1 മതിയാകും. തക്കാളി മുറിക്കുമ്പോൾ ഒരുപാട് കട്ടി കുറച്ച് മുറിക്കേണ്ട, അത്യാവശ്യം കട്ടിയോട് കൂടി തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഒരു 4-5 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട്, കാരണം മുളക് പൊടി ഒരുപാട് ചേർക്കുന്നില്ല, കുറച്ച് ചേർക്കുന്നുള്ളൂ, അപ്പോൾ അതിനുള്ള പച്ചമുളക്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി കൂടുതൽ വേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് കത്തിക്കുക. ഇതുവരെ ഗ്യാസ് കത്തിച്ചിട്ടൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു കറിയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിലേക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം, മീൻ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒരുപാട് ഉടയ്ക്കാത്തതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഹോട്ടലൊക്കെ കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടല്ലോ, തക്കാളി ഒരുപാട് ഉടയാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 പീസൊക്കെ നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഇടാം. കറി നന്നായിട്ട് തിളച്ച് നോക്കുന്ന സമയത്ത് പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്കുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 350 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കറി റെഡിയാക്കുന്ന സമയത്ത് എപ്പോഴും അയില, മത്തി അതുപോലത്തെ ചെറിയ മീനായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ കഷ്ണമീൻ വെച്ചിട്ട് ഈ കറി റെഡിയാക്കുന്നത് അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല. ഇതുപോലത്തെ ചെറിയ മീനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും. ഓരോ മീനിനനുസരിച്ചും വേവിലൊരു ഇത്തിരി വ്യത്യാസം വരാം. ഇടയ്ക്ക് ചട്ടി ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. മീനിൻ്റെ വേവ് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ. മീൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള തേങ്ങേൻ്റെ അരപ്പ് ചേർക്കണം. അതിനായിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 3-4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളു വലിയ ജീരകം കൂടെ ചേർക്കണം. ഞാനിപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി കയ്യിലുള്ളത് കൊണ്ട് ഒരു 2 നുള്ളു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയ്ക്ക് തിക്ക് എന്തായാലും വേണ്ട. ഒരുപാട് കുറുകിയിരുന്നാൽ അത്ര രുചി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കര ലൂസായിട്ട് വെള്ളം പോലെയുള്ള കറിയാണെങ്കിലും അത്രയ്ക്കൊരു നന്നാവില്ല. കാരണം ഈ ഒരു തിക്നെസ് വേണം. പക്ഷേ നമ്മൾ കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കുറുകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ തിളച്ച് വരുന്ന സമയത്ത് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അന്ന് മീനൊന്നും ഉടയാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. ഈ സമയത്ത് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കാരണം തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാത്തതായിരിക്കും നല്ലത്. ഒന്നങ്ങ് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ കറി അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 നുള്ളു ഉലുവ പൊട്ടിച്ചെടുക്കണം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് വേണം കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എരിവിന് വേണ്ടിയിട്ടല്ല, പക്ഷെ കറിക്ക് നല്ലൊരു മണം ഉണ്ടാവും, അതുപോലെ തന്നെ രുചി കൂടുതലും ഉണ്ടാവും, പിന്നെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ ഒരു വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നങ്ങ് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ ഒരു മണം കൂടുതൽ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എപ്പോഴും തേങ്ങ അരച്ച് മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ടും തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വഴറ്റാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഒരിക്കലും ആ ഒരു സംശയം വേണ്ട. കാരണം സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. അപ്പോൾ എല്ലാവരും മീൻ കറി ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ ഇത്ര എളുപ്പത്തിൽ ഇത്ര ടേസ്റ്റോട് കൂടെ മീൻ കറി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്